നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിൾ മാപ്പിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2-3 ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിലും ഈ ഫീച്ചറുകൾ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊന്ന് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ ടൈപ്പ് ചെയ്തു. ഇവിടെ ആ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സ്റ്റാർട്ട് കാണാം. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു വഴി ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരോ മാർക്ക് അല്ലെങ്കിൽ ഡോട്ട് ആയിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരുപാട് വെഹിക്കിൾ ഉണ്ട്. ഞാനിപ്പോൾ ഇത് തിരഞ്ഞെടുത്തു. അതിൻ്റെ കളറുകൾ 8 തരം കളറുകൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഓക്കെ, നിങ്ങൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ ഡൺ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ വെഹിക്കിൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കളറും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡൺ കൊടുക്കുകയാണ്. കണ്ടോ, ആ ഒരു ആരോ മാർക്കും ഡോട്ടും അവിടെ നിന്ന് പോയി ഈ ഒരു വെഹിക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അത് വേണ്ടെങ്കിൽ അവിടെ തന്നെ ടച്ച് ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ ആ ഒരു ആരോ മാർക്ക് കാണാം. അവിടെ വെച്ചിട്ട് നിങ്ങൾ ഡൺ കൊടുത്താൽ മതി. ഓക്കെ, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെഹിക്കിൾ അവിടെ നിന്ന് പോകും. ആ ഒരു ഡോട്ട് അല്ലെങ്കിൽ ആരോ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇത് നിങ്ങളുടെ മൊബൈലിലുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് മറ്റൊരു സെറ്റിങ്സും കൂടിയുണ്ട്. ദാ ഇവിടെ ചേഞ്ച് വെഹിക്കിൾ സെറ്റിങ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണ്? പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ്, ഇലക്ട്രിക്. ഞാനിപ്പോൾ ഇലക്ട്രിക് സെലക്ട് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ആ ഒരു വഴി, ആ ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കേണ്ട, അതായത് നിങ്ങൾക്ക് അത് ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന വഴിയായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എത്ര കിലോമീറ്റർ ഉണ്ട്, അതുമായിട്ടുള്ള റൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാവിഗേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇവിടെ ലാംഗ്വേജ് സെലക്ഷൻ എന്ന ഭാഗം കാണാം. ഞാൻ ഓൾറെഡി മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ മലയാളമുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഇംഗ്ലീഷ് ആയിരിക്കും. അത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ ലാംഗ്വേജിൽ വഴി കാണിച്ചു തരും. അതായത് ഇപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് വലത്തോട്ടേക്ക് തിരിയുക, ഇടത്തോട്ടേക്ക് പോവുക, നേരെ പോകുക എന്നൊക്കെ എനിക്ക് മലയാളത്തിലാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും, വോയിസിൽ പറഞ്ഞു തരും. ഓക്കെ, ഈ വക കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അറിയാത്തവർക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.